ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ ഹൈപ്പും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തമിഴ്നാടൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ, ഉമ്മ, ജ്യേഷ്ഠത്തിമാരും അമ്മായികളും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടിലേക്ക് ബസ്സിനാണ് കേട്ടോ പോയത്. പാലക്കാട്ടിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ഒരു മാസം മുന്നേ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടുള്ളത് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം ദീപാവലിയൊക്കെയാണ് കേട്ടോ അവിടെ. അപ്പോൾ ദീപാവലിയൊക്കെ ആഘോഷിച്ച് പതുക്കെ വരാമെന്ന് വിചാരിച്ചിന്. പക്ഷേ ഞങ്ങൾ നിന്നില്ല കേട്ടോ. ഞാനും മക്കൾസൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ പോരുക ചെയ്തത് കേട്ടോ. ഞങ്ങൾ ദീപാവലി ആഘോഷിക്കാൻ നിന്നില്ല, ബാക്കിയുള്ളവരൊക്കെ നിന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ പാലക്കാട്ടിൽ എത്തിയിട്ട് രാവിലെ നേരത്തെ പോകുന്നത് കാരണം ചായ ഒന്നും കുടിക്കാതെ എന്നിട്ട് പോകുന്നത്. രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കാതെ വേഗം ചോറൊക്കെ ആക്കിയിട്ട് പൊതിച്ചോറൊക്കെ ഏറ്റിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അങ്ങനെ പാലക്കാട് എത്തി അവിടെ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കേണ്ട. അപ്പോൾ ഒരു വസ്തു പോലെ കൊള്ളില്ല കേട്ടോ. ദോശയൊക്കെ നെയ് റോസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആകെ കരിക്കട്ടാക്കിയിട്ടാണ് തന്നത്. പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത കാരണം അതൊക്കെ ഒന്ന് കഴിച്ചിട്ടോ. അമ്മക്ക് തീരെ പറ്റിയിട്ടില്ല കേട്ടോ. എന്തൊക്കെയോ കാട്ടി കഴിച്ചു വരണം. അങ്ങനെ ആ സ്റ്റേഷനിലെത്തി. ഞങ്ങളിവിടെ ട്രെയിന് ഞങ്ങൾക്ക് 11:45 കേട്ടോ നമുക്കുള്ള സ്ഥലത്തേക്കുള്ള ട്രെയിന്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും ചായ കണ്ടാൽ പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കാക്കു ചായയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ മക്കൾസും ഞങ്ങളൊക്കെ കുറേ ഫോട്ടോ എടുത്തിട്ടും സെൽഫി എടുത്തിട്ടൊക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എത്തിയത് വെച്ചാൽ നമ്മൾ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാനും അതിനൊക്കെ ടൈം വേണ്ടേ. പിന്നെ ട്രെയിൻ വരുന്ന ടൈമിൽ ഓടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ട്രെയിനൊക്കെ എത്തി, ട്രെയിനിൽ പോരുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ നമ്മളവിടെ പോണത് കല്യാണം ഉള്ളത് എൻ്റെ അമ്മായിയുടെ മോളെ കുട്ടിക്കാണ് കേട്ടോ. അടുത്ത ഫസ്റ്റ് കല്യാണമാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിൽ വേറെ റൂം എടുത്തിട്ടുണ്ട്. ഒരു 4 റൂമായിട്ട് എടുത്തിട്ടുള്ളത് എല്ലാവരും കൂടെ. അപ്പോൾ അവിടുത്തെ കല്യാണം എന്ന് വെച്ചാൽ 2 ദിവസം 3 ദിവസം മുന്നേ തന്നെ മണ്ഡപത്തിലാവട്ടെ, എല്ലാവരും വീട്ടിലുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ റൂം എടുത്തിട്ടാണ് അവിടെ നിന്നത് കേട്ടോ. 2 ദിവസം. അങ്ങനെ അവിടുന്ന് ഞങ്ങളിതാ സേലം എത്തിയിട്ടുണ്ട്. സേലം എത്തി. അവിടുത്തെ ഹോട്ടലിൻ്റെ പേര് എന്തോ ലൈല പാലസ് അങ്ങനെ എന്താണ് കേട്ടോ. അപ്പോൾ താത്താക്ക് അറിയാം. അവൾ കുറേ കാലം തമിഴ്നാട് ഇരുന്നല്ലേ, അതുകൊണ്ട് അവൾക്ക് അവിടുത്തെ കടകളും കാര്യങ്ങളും എല്ലാം കുറച്ച് അറിയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ അന്വേഷിച്ച് അങ്ങനെ പോവുകയാണ്. പിന്നെ ഇപ്പോൾ അവിടെ എത്തിയാൽ നമ്മൾ മലയാളീസുകളെ നല്ലോണം പറ്റിക്കാൻ ആയിട്ടാണ് കേട്ടോ തമിഴന്മാർ. നമ്മളാണെങ്കിൽ മലയാളീസുകൾ അവർ നമ്മളെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ നല്ല രീതിക്കല്ല അവരോട് പെരുമാറുക. പക്ഷേ അവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചെന്നാൽ നമ്മളൊന്നും ഒരു ഇതന്നെയല്ല, ഭയങ്കര എത്രത്തോളം ക്യാഷ് നമ്മളേക്കൊന്ന് വാങ്ങാൻ കഴിയുമോ അത്രത്തോളം അവർ വാങ്ങി പറ്റിക്കണൊരു സ്വഭാവ രീതിയാണ് ഈ തമിഴന്മാർക്ക് കേട്ടോ. അപ്പോൾ കേരളക്കാരെ കണ്ടപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വേഗം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷക്കൊക്കെ 120 രൂപ കൊടുക്കേണ്ട അവിടെയൊക്കെ അവർ ഞങ്ങളുടെ അടുത്തുനിന്ന് 250 രൂപയൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മളെ നാടല്ലല്ലോ, അവരോട് തർക്കിച്ച് കച്ചറ കൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ ചോദിക്കുന്ന പൈസ നമ്മളങ്ങോട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെ കുറേ പൈസ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തരിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അത് കൊടുക്കുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ റൂം എടുത്ത ഹോട്ടലെത്തിയിട്ടുണ്ട്. തിരഞ്ഞ് കുറേ കറങ്ങിക്കണം കേട്ടോ, കണ്ടുപിടിക്കാൻ ലൊക്കേഷനൊക്കെ നോക്കി കുറേ അങ്ങോട്ട് പോന്നിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ കാക്കു ഇങ്ങനെ പോരേന്ന് പറഞ്ഞ് എന്നോട് എന്തൊക്കെയോ പറയാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ മൈലാഞ്ചി കല്യാണത്തിന് പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തങ്ങാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക, കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.